ഇന്നത്തെ ദിവസത്തിന്റെ രാഷ്ട്രീയ പ്രത്യേകത എന്ന് പറയുന്നത് CPIM ഗൃഹസന്ദർശനം തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗൃഹസന്ദർശനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫലത്തെക്കുറിച്ച് ജനങ്ങളോട് ചോദിക്കും. എന്താണ് ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രതീക്ഷിച്ച ഫലമായിരുന്നില്ല ഇടതുപക്ഷം പ്രതീക്ഷിച്ച ഫലമായില്ല ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കാൻ, ഒപ്പം തന്നെ സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ പാർട്ടി നേതാക്കൾ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള നേതാക്കൾ വരെ വീടുകളിലേക്ക്, ആളുകളിലേക്ക് ഇറങ്ങുന്നതിന്റെ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇപ്പോൾ ഭവന സന്ദർശനത്തിന്റെ ഭാഗമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. SP ദീപകിനെ നമുക്ക് സമീപത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും CPIM നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇന്ന് വീടുകളിലേക്ക് എത്തുകയാണ്, ആളുകളിലേക്ക് എത്തുകയാണ്. അവരോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാകാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു ഫലമുണ്ടായത്, ഒപ്പം തന്നെ എവിടെയൊക്കെയാണ് ഇനി കൂടുതൽ ഇടപെടലുകൾ വേണ്ടത്, സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കേണ്ടതിന്റെ ആവശ്യകത, ഇതൊക്കെ അവരോട് സംസാരിച്ച് ഇനിയുള്ള 7 ദിവസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ഈ ഭവന സന്ദർശനം നടക്കുക. ആ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഷീജ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഷീജ, CPIM നേതാക്കളുടെ ഭവന സന്ദർശനം തുടങ്ങിയിരിക്കുകയാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള നേതാക്കൾ വരെ, പ്രവർത്തകർ വരെ അതിന്റെ ഭാഗമായി വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളോട് സംവദിക്കുകയാണല്ലേ? തീർച്ചയായും മനോഹർ തന്നെയാണ്. കാരണം ഇന്നു മുതൽ ജനുവരി 22 വരെയാണ് CPIMന്റെ നേതൃത്വത്തിൽ ഈ ഒരു ഗൃഹസന്ദർശനം തീരുമാനിച്ചിട്ടുള്ളത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം ആരായുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം ഒക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ജനങ്ങളുമായി തന്നെ നേരിട്ട് സംവദിക്കുന്നതായിരിക്കും. ജനങ്ങളോട് സംസാരിച്ച് ഇത് എന്താണ് അതിലുണ്ടായ പ്രശ്നങ്ങൾ, പോരായ്മകൾ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഒരു തീരുമാനം. മറ്റൊന്ന്, ഈ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓരോ വീടുകളിലും എത്തി അവിടെയുള്ള വീട്ടിലുള്ളവരുമായി സംസാരിച്ച് അതിൽ ഏത് രീതിയിൽ നമ്മൾ തുടർന്ന് ഒരു പ്രതിരോധം തീർക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ, ആ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഒക്കെ വേണമോ എന്നുള്ള കാര്യങ്ങളടക്കം ജനങ്ങളോട് നേരിട്ട് ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. അതാണ് നിലവിലിപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPIM സംസ്ഥാന വ്യാപകമായി ഈ ഒരു ഗൃഹസന്ദർശന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ ഈ ഒരു ഗൃഹസന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മണ്ണന്തലയിലാണ് ഈ ഒരു CPIMന്റെ ഗൃഹസന്ദർശനത്തിൽ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ അതിന്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഏറ്റവും മുതിർന്ന നേതാവ് മുതൽ താഴെത്തട്ടിലുള്ള അസാധാരണ പാർട്ടി പ്രവർത്തകർ വരെ ഇതിന്റെ ഒരു ഭാഗമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങളെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ജനങ്ങളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ട് ആ രീതിയിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിലൂടെ CPIM ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു ഗൃഹസന്ദർശന പരിപാടി നിലവിൽ സംസ്ഥാന വ്യാപകമായി CPIM സംഘടിപ്പിച്ചിരിക്കുന്നതും അതിന് തന്നെയാണ് തുടക്കമായിരിക്കുന്നതും. മനു, തീർച്ചയായും വേറിട്ട പരിപാടി തന്നെയാണ് ഷീജ. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. എവിടെയെങ്കിലും തിരുത്തലുകൾ വേണോ എങ്കിൽ ആ തിരുത്തലുകൾ വരുത്തുക. ജനങ്ങൾ പറയുന്നത് കേട്ട് ഈ പാർട്ടി ജനങ്ങളുടേതാണ്, നിങ്ങളുടേതാണ്, നിങ്ങളാണ് ഈ പാർട്ടിയുടെ ആത്മാവെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് സംവദിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനൊരു മികവുറ്റ സംഘടനാ സംവിധാനം വേണം. ആ സംഘടനയുടെ ഭംഗിയായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ വേണം. അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലേ? തീർച്ചയായും ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ തന്നെയാണ് CPIMന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിന് ഒരു തരത്തിലുള്ള തർക്കമില്ല. കാരണം ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ തന്നെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ഗൃഹസന്ദർശന പരിപാടി അതുമായി നിലവിൽ ഇപ്പോൾ CPIM മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതടക്കം ജനങ്ങളോട് ചോദിക്കുകയാണ്. കാരണം എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടോ എന്നാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇപ്പോൾ ഇടതുപക്ഷം ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നില്ല വന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു? ജനങ്ങൾക്ക് എവിടെയാണ് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? അതല്ലെങ്കിൽ ജനങ്ങളിലേക്ക് സംവദിക്കുന്നതിൽ പാർട്ടിക്കോ സർക്കാരിനോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നതടക്കം ജനങ്ങളോട് നേരിട്ട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഒരു മികവുറ്റൊരു ഇടപെടലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് മതി. കാരണം നിലവിൽ ഒരു പാർട്ടിയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ളൊരു പ്രവർത്തനം അതൊരു പ്രത്യേകതയാർന്നതും അതോടൊപ്പം തന്നെ ജനങ്ങളെ കേട്ട് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം, അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള തീരുമാനമാണ് എന്നുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള നടപടികളുമായി CPIM മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും എന്തൊരു വിഷയം വന്നാലും അതിപ്പോൾ ഒരു അനുകൂല LDF അനുകൂലമാകുന്ന ഘടകമാകട്ടെ അല്ലെങ്കിൽ പ്രതികൂലമാകുന്ന വിഷയമാകട്ടെ, പ്രത്യേകിച്ചും പ്രതികൂലമാകുന്ന ഒരു വിഷയമാണെങ്കിൽ അതിൽ എന്താണ് സംഭവിച്ചത്, എവിടെയാണ് തിരുത്തേണ്ടത് എന്നതടക്കം പരിശോധിച്ചാണ് ഒരു പാർട്ടി അതിന്റെ സംവിധാനം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ നടപടികൾ, അതിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ CPIM ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഒരു ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ രീതിയിൽ ജനങ്ങളെ കേട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ജനങ്ങളാണ് ഇതിലെ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കേട്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അവരെ കേട്ട് അവരുടെ അഭിപ്രായം കൂടി കേട്ട് തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലൊരു ഗൃഹസന്ദർശന പരിപാടി അതിന് വലിയ പ്രാധാന്യം CPIM നൽകുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലൊരു സംസ്ഥാന വ്യാപക ക്യാമ്പയിനായി നടത്താൻ CPIM തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും എല്ലായിടങ്ങളിലും അതിപ്പോൾ മുതിർന്ന നേതാക്കൾ മാത്രമല്ല ചെന്ന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നത്, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ വരെ ഇതിലേക്ക് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി രംഗത്തിറക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അത് സംസ്ഥാന വ്യാപകമായി തന്നെ എല്ലായിടങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം 22 വരെയാണ് നിലവിൽ ഈ ഒരു ഗൃഹസന്ദർശന പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ ഏതൊക്കെ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉയർന്നത് എന്നത് ആ അഭിപ്രായങ്ങൾ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ഫോറങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അങ്ങനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം കൂടി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ ഗൃഹസന്ദർശനം. ഓക്കെ, താങ്ക് യു ഷീജ.